ഹലോ, ഞങ്ങൾ ഈ ഒരുങ്ങിക്കെട്ടി പോണത് രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഒന്ന് നമ്മുടെ സൂഹിനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടും രണ്ടാമത്തേത് ഒരു ഹാമ്പർ ഡെലിവറി ആക്കാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടാണ് പോണത്. രണ്ടും പിന്നും ഒരേ വഴിക്കായ കാരണം കൊണ്ട് കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഉമ്മയും അനിയത്തിയും അളിയനായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നു. ഇക്കാക്ക് അന്ന് എന്താ പറയുക വർക്കുള്ള ആരും കൂടെ അളിയനെ ഏൽപ്പിക്കായിരുന്നു കേട്ടോ. അപ്പോൾ സൂഹിനെ എപ്പോഴും എടപ്പാള ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകല്. രാവിലെ ഉണ്ട് അവളെ കൊണ്ടുപോകല്. രാവിലെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാച്ചിൻ്റെ സ്കൂളിൽ പോകുമല്ലോ വിചാരിച്ചിട്ട് വൈകുന്നേരം ഡോക്ടർ ക്ലിനിക്കിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ ക്ലിനിക്കിൽ കണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൂഹിക്കൊരു ചെറിയ ജലദോഷം മൂക്കടപ്പും കണ്ടപ്പോൾ കൊണ്ടുപോയതാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഡോക്ടർ മരുന്നും കാര്യങ്ങളൊക്കെ തന്ന് ഇത് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. എന്നിട്ട് അവിടുന്ന് നേരെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് ഹാമ്പർ ഡെലിവറി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വേറെ എടുക്കല്ല, ഇക്കാടെ മാമാടെ മോൻ്റെ വൈഫിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ആളെ വീടും എടപ്പാളാണ്. അപ്പോൾ അവിടെ ചെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോണതിൻ്റെ വഴിയുടെ സൈഡിലായിട്ട് കാറ് നിർത്തിയിട്ട് ആളെ ബാക്കിൽ നിന്ന് വിളിക്കായിരുന്നു കേട്ടോ. ഈ ഒരു ഹാമ്പർ ആളെ ഹസ്ബൻഡ് എനിക്ക് അബുദാബിയിൽ നിന്ന് തന്നൊരു ഓർഡർ ആയിരുന്നു. എല്ലാ കൊല്ലത്തിലും തരലുണ്ട്, പക്ഷേ ഈ ഒരു കൊല്ലം എനിക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇക്കാനെ വിട്ടിട്ട് കൊടുക്കാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ ഇങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ പുറത്ത് എനിക്ക് കൊടുക്കാൻ പറ്റി. അങ്ങനെ അതാ ആൾ കോളേജ് ഇട്ടിട്ട് വരുന്ന ടീച്ചറാണ്. അപ്പോൾ ബാക്കിൽ നിന്ന് ഞാൻ വിളിച്ചു. അപ്പോൾ ആൾ ആകെ സർപ്രൈസ് ആയിട്ട്, അപ്പോൾ ആൾക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ ഏകദേശം കത്തിയിട്ടുണ്ടാവും. അന്നത്തെ ദിവസം വെഡിങ് ആനിവേഴ്സറി ആണ്. ആളെ ഹസ്ബൻഡ് എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും എന്നുള്ളത് മനസ്സിലായി. പക്ഷേ അതിലുപരി ഞങ്ങളെ കണ്ടപ്പോഴാണ് ആൾക്ക് ആകെ സർപ്രൈസ് ആയിട്ടുണ്ടായി. അപ്പോൾ പാച്ചുവിനോട് എന്തൊക്കെയോ പറഞ്ഞിട്ട് ഇതാ ആൾ സൂഹീൻ്റെ അടുത്തേക്ക് വരുന്ന ടൈമിൽ ഞാൻ ബാക്കിൽ കൂടെ കാറിൻ്റെ ബാക്കിൽ നിന്ന് സാധനം എടുത്തിട്ട് അങ്ങനെ കൊണ്ടുപോയി കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ ആളെന്തായാലും നല്ല സർപ്രൈസ് ആയിട്ടുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ഞങ്ങളെ കണ്ടതിട്ടില്ല. അപ്പോൾ ഇതേപോലെ നിങ്ങളെ പാർട്ട്ണർക്കോ അതേപോലെ ഫ്രണ്ട്സിനോ ഒക്കെ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജായ നൈനൂസ് ക്രാഫ്റ്റിലേക്ക് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ പിന്നെ ആൾ കുറേ വീട്ടിലേക്കൊക്കെ വിളിച്ചു കേട്ടോ. പക്ഷേ ഞങ്ങൾ പോകാൻ കൂട്ടാക്കിയില്ല, അത്യാവശ്യം നല്ല നേരം വൈകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിലെത്തുമ്പോഴത്തേനും സൂഹിനും കൊണ്ട് ഇറിട്ടാവും. അവൾ ചെറുതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ കയറുന്നില്ല പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരിക്കൽ വരാൻ പറഞ്ഞിട്ട് അപ്പോൾ ആൾ വീഡിയോ എടുക്കുമ്പോൾ എടുക്കല്ലേ പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറിയിട്ട്. അപ്പോൾ ഈ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.